ഓം ശാന്തി 17/6/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, ഓർമ്മയിലൂടെയും പഠിത്തത്തിലൂടെയും തന്നെയാണ് ഡബിൾ കിരീടം ലഭിക്കുന്നത്. ഇതിനാൽ തൻ്റെ എയിം ഒബ്ജക്റ്റ് മുന്നിൽ വെച്ച് ദേവീ ഗുണം ധാരണ ചെയ്യൂ. ഡബിൾ കിരീടമെന്നാൽ ഒന്ന് രത്നം കൊണ്ടുള്ള കിരീടം, അത് വിശ്വരാജ്യ അധികാരത്തെ കുറിക്കുന്നു. രണ്ടാമത്തേത് പ്രകാശത്തിൻ്റെ കിരീടം, അത് പവിത്രതയെ കുറിക്കുന്നു. ഓർമ്മയിലൂടെയാണ് നാം പവിത്രമാകുന്നത്. പഠിത്തം നന്നായി മനസ്സിലാക്കി പഠിക്കുന്നതിലൂടെയാണ് നാം വിശ്വ അധികാരി ആകുന്നത്. ഇപ്രകാരം ഹിസ് ഹൈനസും ഹർ ഹൈനസും, ഹിസ് ഹോളിനെസ്സും ഹർ ഹോളിനെസ്സും ആയിട്ടുള്ളത് ലക്ഷ്മി നാരായണനാണ്. ഈ ലക്ഷ്മി നാരായണനെ പോലെ ആകുക എന്നതാണ് നമ്മുടെ എയിം ഒബ്ജക്റ്റ്, ലക്ഷ്യവും ഉദ്ദേശ്യവും. അതിനാൽ ലക്ഷ്മി നാരായണനെ സദാ മുന്നിൽ വെച്ച്, നമ്മുടെ ലക്ഷ്യത്തെ സദാ മുന്നിൽ വെച്ച് ദേവീ ഗുണങ്ങൾ ധാരണ ചെയ്യണം. ഓർമ്മയിലൂടെയും പഠിത്തത്തിലൂടെയും ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരണം. ചോദ്യം: വിശ്വരചയിതാവായ ബാബ നിങ്ങൾ കുട്ടികളുടെ ഏത് സേവനമാണ് ചെയ്യുന്നത്? ഉത്തരം: 1. കുട്ടികൾക്ക് പരിധിയില്ലാത്ത സമ്പത്ത് നൽകി സുഖി ആക്കുക. ഇത് സേവനമാണ്. ബാബയെ പോലെ നിഷ്കാമ സേവനം ആർക്കും ചെയ്യാൻ സാധിക്കില്ല. 2. പരിധിയില്ലാത്ത ബാബ വാടകയ്ക്ക് സിംഹാസനമെടുത്ത് നിങ്ങളെ വിശ്വത്തിൻ്റെ സിംഹാസനസ്ഥരാക്കി മാറ്റുന്നു. സ്വയം മയൂര സിംഹാസനത്തിൽ ഇരിക്കുന്നില്ല, എന്നാൽ കുട്ടികളെ മയൂര സിംഹാസനത്തിൽ ഇരുത്തുന്നു. ബാബയ്ക്ക് ജഡമായിട്ടുള്ള അമ്പലം ഉണ്ടാക്കുന്നു. അതിലവർക്ക് എന്ത് രുചി വരാനാണ്? രസകരമെന്നത് കുട്ടികൾക്കാണ്. കുട്ടികളാണ് സ്വർഗത്തിൻ്റെ രാജ്യഭാഗ്യം എടുക്കുന്നത്. ലോകത്തിലുള്ള ഓരോ അച്ഛന്മാരും ഇതാണ് കരുതുന്നത്. അവർ നന്നായി ജോലി ചെയ്ത് അല്ലെങ്കിൽ വ്യാപാരത്തിൽ മുന്നേറി തൻ്റെ കുട്ടികളെ ഉയരത്തിലേക്ക് എത്തിക്കണം എന്ന്. എന്നാൽ പരിധിയില്ലാത്ത ബാബ കുട്ടികൾക്ക് വേണ്ടി ഏറ്റവും ഉയർന്ന മയൂര സിംഹാസനമാണ് നൽകുന്നത്. പരിധിയില്ലാത്ത സമ്പത്ത് നൽകി സുഖിയാക്കി മാറ്റുന്നു. ദുഃഖത്തിൻ്റെ കണിക പോലും മുഴുവൻ ലോകത്തിൽ നിന്ന് തന്നെയും മാറ്റിയെടുക്കുന്നു. ഈ ഒരു സേവനം, ഇത്രയും നിസ്വാർത്ഥമായ സേവനം ബാബ മാത്രമേ ചെയ്യുന്നുള്ളൂ. ലോകത്തിലെ മാതാപിതാക്കൾ ചിന്തിക്കുന്നു, അവർ കുട്ടികളുടെ സേവനം ചെയ്ത് കുട്ടികൾ നല്ല നിലയിലെത്തുമ്പോൾ കുട്ടികൾ മാതാപിതാക്കളുടെ സേവനം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ ഇവിടെ ബാബ അങ്ങനെ ഒരു ആഗ്രഹമേ വെക്കുന്നില്ല. ബാബ കുട്ടികൾക്ക് വിശ്വരാജ്യ അധികാരമാകുന്ന മയൂര സിംഹാസനമാണ് നൽകുന്നത്. എന്നാൽ സ്വയം ആ മയൂര സിംഹാസനത്തിൽ ഇരിക്കുന്നില്ല. ബാബയ്ക്ക് ബാബ ചെയ്ത സേവനങ്ങൾക്ക് റിട്ടേണായി ഭക്തിമാർഗത്തിൽ അമ്പലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതിൽ എന്ത് രസമുണ്ടാകാനാണ് എന്ന് ബാബ പറയുന്നു. ഏറ്റവും രസകരവും വിനോദജനകവുമായ ജീവിതം കുട്ടികളാണ് ജീവിക്കുന്നത്. കാരണം കുട്ടികൾക്ക് സ്വർഗത്തിലെ രാജ്യഭാഗ്യം ലഭിക്കുന്നു, വിശ്വരാജ്യ അധികാരികളാകുന്നു. എന്നാൽ സ്വയം ബാബ അങ്ങനെ ഇരിക്കുന്നില്ല, വിശ്വരാജ്യാധികാരം എടുക്കുന്നില്ല, സ്വന്തമായി ശരീരം പോലും എടുക്കുന്നില്ല. വാടകയ്ക്ക് ഒരു ശരീരമെടുത്ത് കുട്ടികളെ സിംഹാസനസ്ഥരാക്കുന്നു. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഈ ദുഃഖധാമത്തിൽ നിന്ന് ബുദ്ധിയോഗം മാറ്റി പുതിയ ലോകം സ്ഥാപിക്കുന്ന ബാബയെ ഓർമ്മിക്കണം, സത്വപ്രധാനമാകണം. 2. ബാബയ്ക്ക് സമാനം സ്നേഹസാഗരം, ശാന്തി സുഖസാഗരമാകണം. കർമ്മം അകർമ്മം വികർമ്മം ഇവയുടെ ഗതിയെ അറിഞ്ഞ് സദാ ശ്രേഷ്ഠ കർമ്മം ചെയ്യണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു,
കുട്ടികൾ സത്തോ പ്രധാനമാകേണ്ടതാണ്. അതിനാൽ പുതിയ ലോകം സ്ഥാപിക്കുന്ന ബാബയെ ഓർമ്മിക്കണം. ഇങ്ങനെ ഓർമ്മിക്കുന്നതിലൂടെ പുതിയ ലോകത്തിലേക്ക് പോകുന്നതിന് എന്ത് യോഗ്യത വേണമോ അത് കുട്ടികളിൽ ബാബ സ്വയം നിറയ്ക്കുന്നു. ഇതിനാൽ ഈ കലിയുഗത്തിൽ നിന്ന്, ദുഃഖധാമത്തിൽ നിന്ന് ബുദ്ധിയോഗം മാറ്റി ബാബയെ ഓർമ്മിക്കണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, നമ്മൾ ബാബയെ പോലെ എല്ലാ ഗുണങ്ങളുടെയും സാഗരമാകണം. സ്നേഹത്തിൻ്റെ, ശാന്തിയുടെ, സുഖത്തിൻ്റെ, ശക്തിയുടെ, പവിത്രതയുടെ, ജ്ഞാനത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, എല്ലാത്തിൻ്റെയും സാഗരമാകണം. എന്നാൽ മാത്രമേ ലോകത്തിലുള്ളവർക്ക് നമ്മളിലൂടെ ഈശ്വരൻ്റെ സാക്ഷാത്കാരം ഉണ്ടാകൂ. കർമ്മം, അകർമ്മം, വികർമ്മത്തിൻ്റെ ഗതി അറിഞ്ഞ് സദാ ശ്രേഷ്ഠ കർമ്മം ചെയ്യണം. കർമ്മം എന്നാൽ നാം കർമ്മേന്ദ്രിയങ്ങളെ, ശരീരത്തെ ഉപയോഗിക്കുന്നതിനെ കർമ്മമെന്ന് പറയുന്നു. അകർമ്മം എന്നാൽ ഏത് കർമ്മത്തിനാണോ ഒരു ഫലവും ഇല്ലാത്തത് അത് അകർമ്മമാണ്. ആര് കർമാതീത അവസ്ഥയിലിരുന്ന് ശരീരത്തിലൂടെ കർമ്മം ചെയ്യുന്നുവോ ആ കർമ്മത്തെ അകർമ്മം എന്ന് പറയുന്നു. ആര് വികർമ്മങ്ങൾക്കടിമപ്പെട്ട് ശരീരത്തിലൂടെ കർമ്മം ചെയ്യുന്നുവോ അതിന് വികർമ്മമെന്നും, ആര് ആത്മാഭിമാനീയ സ്ഥിതിയിൽ പരമാത്മാ സ്മൃതിയിൽ കർമ്മം ചെയ്യുന്നുവോ അത് സുകർമ്മവുമാകുന്നു. എല്ലായ്പ്പോഴും നാം സുകർമ്മം അല്ലെങ്കിൽ ശ്രേഷ്ഠ കർമ്മം ചെയ്യണം. വരദാനം: സദാ ഉത്സാഹത്തിലും ഉന്മേഷത്തിലും ഇരുന്ന് മനസ്സുകൊണ്ട് സന്തോഷത്തിൻ്റെ ഗീതം പാടുന്ന അവിനാശി ഭാഗ്യവാൻ ആയി ഭവിക്കട്ടെ. നിങ്ങൾ ഭാഗ്യവാൻ കുട്ടികൾ അവിനാശി വിധിയിലൂടെ അവിനാശി സിദ്ധികൾ പ്രാപ്തമാക്കുന്നു. താങ്കളുടെ മനസ്സുകൊണ്ട് സദാ ആഹാ ആഹയുടെ സന്തോഷത്തിൻ്റെ ഗീതം പാടിക്കൊണ്ടിരിക്കുന്നു. ആഹാ ബാബ, ആഹാ ഭാഗ്യം, ആഹാ മധുരമായ പരിവാരം, ആഹാ ശ്രേഷ്ഠ സംഗമത്തിൻ്റെ മനോഹര സമയം. ഓരോ കർമ്മവും ആഹാ ആഹാ ആണ്. ഇതിനാൽ താങ്കൾ അവിനാശി ഭാഗ്യവാൻ ആണ്. താങ്കളുടെ മനസ്സിൽ ഒരിക്കലും വൈ, ഐ, അതായത് എന്തുകൊണ്ട്, ഞാൻ, ഇവ വരിക സാധ്യമല്ല. വൈക്ക് പകരം ആഹാ ആഹാ, ഐക്ക് പകരം ബാബ ബാബ എന്ന വാക്ക് തന്നെ വരുന്നു. ഭാഗ്യവാൻ ആത്മാക്കൾ എന്നാൽ ആരാണോ അവിനാശി വിധിയിലൂടെ അവിനാശി സിദ്ധികൾ പ്രാപ്തമാക്കിയിട്ടുള്ളത് അവരാണ്. അവർ മനസ്സുകൊണ്ട് സദാ ആഹാ ആഹാ എന്ന് പാടുന്നു. ഓരോ കാര്യവും അവർക്ക് വളരെ വളരെ മനോഹരവും അതുപോലെ ശ്രേഷ്ഠവുമാണ് എന്ന് അനുഭവപ്പെടുന്നു. അവരുടെ മനസ്സിൽ ഒരിക്കലും എന്തുകൊണ്ട് എന്ന ചോദ്യം വരുന്നില്ല. പകരം ആഹാ ആഹാ എന്ന് മാത്രം വരുന്നു. ഒപ്പം ഞാൻ എന്ന് പറയുന്നതിനു പകരം ബാബ ബാബ എന്ന വാക്ക് തന്നെ വരുന്നു. ഇതിലൂടെ അവിനാശി സിദ്ധികൾ പ്രാപ്തമാകുന്നു. സ്ലോഗൻ: എന്ത് സങ്കല്പമെടുക്കുന്നുവോ അതിന് അവിനാശി ഗവൺമെൻറ്റിൻ്റെ സ്റ്റംപ് വയ്ക്കൂ, എങ്കിൽ ഇളകാത്തതാകും. എന്ത് സങ്കല്പം നാം നമുക്ക് വേണ്ടി എടുക്കുന്നുവോ, പുരുഷാർത്ഥത്തിൽ എടുക്കുന്നുവോ, അത് തീർച്ചയായും ബാബയോട് പറയണം. ബാബയുടെയും സഹായം അതിൽ എടുക്കണം. ഇതിലൂടെ ബാബയുടെയും പൂർണ്ണ സഹായം അതിലേക്ക് വരികയാണ്. അപ്പോൾ ആ കാര്യം ഇളകാത്തതായിരിക്കും, ദൃഢമായിരിക്കും. ഓം ശാന്തി.